നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേരള സർക്കാരിനുള്ള KSRTC സ്വിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. താല്പര്യത്തിലേക്ക് ഇതിനുള്ളതൊക്കെ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. കേരള സർക്കാരിന്റെ കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വഴി വേണം ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റ് വഴി 2025 സെപ്റ്റംബർ 15 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചെയ്തത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. KSRTC സ്വിഫ്റ്റിന്റെ ഉടമസ്ഥയിലുള്ള ബസ്സുകൾ സർവീസ് നടത്തുന്നതിനായിട്ട് ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇപ്പോൾ KSRTC സ്വിഫ്റ്റ് നിഷ്കർഷിക്കുന്ന സേവന വേതന വ്യവസ്ഥകൾ പ്രകാരം ജോലി ചെയ്യുന്നതിന് കരാർ ഏർപ്പെടുന്നവരെ മാത്രമായിരിക്കും ജോലിക്ക് നിയോഗിക്കുന്നവരെ മനസ്സിലാക്കാം. അപ്പൊ ഈ കരാറ് സമർപ്പിക്കുമ്പോൾ അതോടൊപ്പം 30,000 രൂപയുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റും കൂടെ നൽകേണ്ടതാണ്. അപ്പൊ ഈ സെക്യൂരിറ്റി തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ 56 വയസ്സ് വരെ ആകുന്നവരെയോ അല്ലെങ്കിൽ നേരത്തെ റിട്ടയർ ചെയ്ത് പോകുന്നവരെയോ പോകുന്ന സമയത്ത് അത് തിരികെ നൽകുന്നതായിരിക്കും. അപ്പൊ പോകുന്ന സമയത്ത് ഏതെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടെങ്കിൽ ആ തുക കിഴിച്ചിട്ട് ബാക്കി തുക മാത്രമേ നൽകുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ KSRTC സ്വിഫ്റ്റിന്റെ സേവന വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിന് സമ്മതമുള്ള KSRTC ഇപ്പൊ നിലവിലുള്ള ജീവനക്കാർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് വേണ്ട യോഗ്യത, ഒരു നിർബന്ധമായും വേണ്ട യോഗ്യത എന്നുള്ളത് ഉദ്യോഗാർത്ഥികളെ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പിൽ കണ്ടക്ടർ ലൈസൻസും പറഞ്ഞിരിക്കുന്ന നിർദ്ദിഷ്ട സമയത്തിനകം അതും കൂടി നേടേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. 10ാം ക്ലാസ് പാസ്സായിരിക്കുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത. അതുപോലെ 30-ലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ 5 വർഷം ഓടിച്ചിട്ടുള്ള പരിചയം കൂടി നിർബന്ധം ഉണ്ടായിരിക്കണം. പ്രായം പറഞ്ഞിട്ടുള്ള 25 വയസ്സ് മുതൽ 55 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. പ്രവൃത്തിപരിചയം, വാഹനങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അറിവും വാഹനങ്ങൾ ഉണ്ടാകുന്ന ചെറിയ തകരാറുകളൊക്കെ പരിഹരിക്കാനുള്ള കഴിവും ഒരു അഭികാമ്യ യോഗ്യതയാണെന്ന കാര്യം മനസ്സിലാക്കുക. അതേപോലെ നല്ല ആരോഗ്യം, നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. അതായത് നേത്രരോഗത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ കണക്ക് കൂട്ടാനും ഒക്കെയുള്ള കഴിവ് ഉണ്ടായിരിക്കണം. മലയാളവും ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതേപോലെ 30,000 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കേരള സ്വിഫ്റ്റിന്റെ പേരിൽ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത് തിരികെ ജോലിയിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് അത് നൽകുന്നതായിരിക്കും. മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെടുന്നവർ മിനിമം പരിശീലനം നൽകുന്ന വിജയകരമായ ട്രെയിനിങ് പൂർത്തീകരിക്കുന്നവർ നിർബന്ധമായും KSRTC സ്വിഫ്റ്റിലെ 2 വർഷം, അതായത് ഒരു വർഷം 240 ഡ്യൂട്ടിയിൽ കുറയാതെ അങ്ങനെ 2 വർഷം സേവനം അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലാത്ത വർഷം സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ടുള്ള 30,000 രൂപ തിരികെ നൽകുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് അവിടെ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇതുകൊണ്ട് ബന്ധപ്പെട്ട എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കും. എഴുത്തു പരീക്ഷന് ശേഷമായിരിക്കും ഇന്റർവ്യൂ മറ്റേ ഇതിന്റെ സ്കിൽ ടെസ്റ്റ് നടക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇപ്പൊ KSRTCയിൽ 5 വർഷം അതിലധികമോ ജോലി ചെയ്ത് പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം അപേക്ഷയോടൊപ്പം നമ്മൾ തെളിയിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത, 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, അതുപോലെ പ്രവൃത്തി പരിചയമുണ്ടാകാതെ വയസ്സ് എന്നിവ സർട്ടിഫിക്കറ്റിന്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി സഹിതം നമ്മൾ വേണം അയക്കുവാനായിട്ടുള്ളത്. ഇതിലേക്ക് 2025 സെപ്റ്റംബർ 15 മുമ്പായിട്ട് www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ മനസ്സിലാക്കുക. ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ, മറ്റ് അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇതിൽ നിയമനം ലഭിക്കുന്നവരെ സ്ഥിര നിയമനം ലഭിക്കാനുള്ള സാധ്യതയൊന്നുമില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൽ ജോയിൻ ചെയ്യുക. ശമ്പളമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു ദിവസം 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 715 രൂപയായിരിക്കും വേതനമായിട്ട് ലഭിക്കുക. അധികമായിട്ടുള്ള മണിക്കൂർ 130 രൂപ അധിക അലവൻസ് ആയിട്ടും ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ ബാറ്റായും ലഭിക്കുന്നതായിരിക്കും. അത്രയാണ് ഇതിന്റെ സാലറിയെ കുറിച്ച് പറയുന്നത്. പൊതുവായി ദിവസ വേതന വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരും വർക്കിംഗ് അറേഞ്ച്മെന്റ് വ്യവസ്ഥയിൽ KSRTCയിലും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കും കേരള സ്വിഫ്റ്റിന്റെ സേവന വേതന വ്യവസ്ഥകൾ ബാധകമായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ദിവസവേതനം ഞാൻ പറഞ്ഞു, മിനിമം 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 715 രൂപയായിരിക്കും വേതനമായിട്ട് ലഭിക്കുക. അഡീഷണൽ ആയിട്ട് വരുന്ന മണിക്കൂറിന് 330 രൂപ മണിക്കൂറിന് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 5 മണിക്കൂറിൽ അധികരിക്കുന്ന പക്ഷം അടുത്ത ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള താല്പര്യമുള്ള ഈ അവസരം പരമാവധി വിലയിരുത്തുക. 2025 സെപ്റ്റംബർ 15 www.cmd.kerala.gov.in എന്ന സൈറ്റ് വഴി അപേക്ഷിക്കുക. ഈ അവസരം പരമാവധി വിലപ്പെടുത്തുക. താങ്ക് യു.